എനിക്ക് അങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്തത്. എനിക്കൊരു മസ്കുലാർ പെയിൻ ആയിട്ടായിരുന്നു. ഓക്കെ. കാലിന്റെ 2 തൈ മസിൽസ് പുറത്തിനൊക്കെ വേദന, എങ്ങനെ കിടന്നാലും എങ്ങനെ ഇരുന്നാലും ഒക്കെ വളരെ വേദന. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഒരു വൈറൽ ഫീവർ ആയിട്ട് അത് ട്രീറ്റ് ചെയ്തു. ആ സമയത്ത് വൈഫ് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ എന്നോട് പിറ്റേ ദിവസം ഒന്നുകൂടെ എടുക്കാൻ പറഞ്ഞു. എന്റെ അന്ന് വൈഫിന്റെ കൂട്ടത്തിൽ എന്റേത് എടുത്തപ്പോ 9-ാം തീയതി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. വൈഫിന് എടുത്തപ്പോൾ പോസിറ്റീവ്, എനിക്ക് നെഗറ്റീവ് ആയിരുന്നു. അതിന് ശേഷം എനിക്ക് ഈ സിംറ്റംസ് കണ്ടതിന് ശേഷം ഒന്നുകൂടെ പോയി RT-PCR ചെയ്തപ്പോൾ പോസിറ്റീവ് ആയി. ഓക്കെ, അത്ര ഉള്ള എനിക്ക് പറയാൻ. വേറെ ആരെങ്കിലും അടുത്ത ആളിനെ കൊടുക്കാം. താങ്ക് യു സർ. സോ താങ്ക് യു ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് നമുക്കിപ്പോ മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ കോവിഡ് വന്നതിന് ശേഷം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അത് പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസും അതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ് സർ. ഓക്കെ, ഫൈൻ. നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് നേരെ പ്രസന്റേഷനിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി സെഷൻ നമുക്ക് ഒരു Q&A സെഷൻ ഉണ്ട്. ആ സമയത്ത് എല്ലാവർക്കും ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. സ്ലൈഡ്സ് വിസിബിൾ ആണോ? വിസിബിൾ ആണ്. ഓക്കെ. Good evening all. Welcome to this presentation on awareness on long COVID rehabilitation. ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് കോവിഡ് വന്ന് മാറിയവർക്ക് വേണ്ടിയുള്ള ഒരു സെഷനാണ്. അപ്പോ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളവർക്കും നമുക്ക് അവർക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. ബട്ട് മെയിൻലി മെൻ ഫോർ പോസ്റ്റ് കോവിഡ് പേഷ്യൻസ്. അപ്പോൾ പിന്നെ ഇത് ആർക്ക് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അത് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ കോവിഡ് എന്ന് പറയുമ്പോഴത്തേക്കും കോവിഡിൻ്റെ അകത്ത് നമുക്ക് 3 phases ആയിട്ടാണ് ഈ അസുഖത്തെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ദ ഫസ്റ്റ് ഫേസ് ഇസ് കോൾഡ് അക്യൂട്ട് ഫേസ്. അക്യൂട്ട് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫേസ് ആണ് അക്യൂട്ട് ഫേസ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫേസ് ആണ് ഓൺ ഗോയിങ് സിംറ്റമാറ്റിക് കോവിഡ് ഫേസ്. അപ്പോൾ ഇതിന് നേരത്തെ പോസ്റ്റ് അക്യൂട്ട് കോവിഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊരു 4 to 12 weeks നീണ്ടു നിൽക്കും. പിന്നെ അടുത്ത സ്റ്റേജ് ആണ് പോസ്റ്റ് കോവിഡ്, അത് ബിയോണ്ട് 12 weeks, 12 ആഴ്ചകൾ കഴിഞ്ഞിട്ട് നീണ്ടു നിൽക്കുന്ന സ്റ്റേജിനെയാണ് പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്നത്. ആൻഡ് ലോങ് കോവിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ഡിസ്കഷനിലുള്ളത്. ലോങ് കോവിഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവസാനത്തെ 2 സ്റ്റേജ്, അതായത് ഓൺ ഗോയിങ് സിംറ്റമാറ്റിക് ഫേസും പോസ്റ്റ് കോവിഡിനെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ലോങ് കോവിഡ് എന്ന് പറയുന്നത്. ദെൻ ദിസ് ഇസ് ഡെഫിനിഷൻ. അപ്പോ ജസ്റ്റ് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ ഡെഫിനിഷൻ. ദ പ്രസൻസ് ഓഫ് സൈൻസ് ആൻഡ് സിംറ്റംസ് ദാറ്റ് ഡെവലപ്പ് ഡ്യൂറിങ് or following an infection consistent with COVID-19 which continue for 12 weeks or more and are not explained by an alternate diagnosis. പിന്നെ ഈ ഇതിൻ്റെ അത് വരുന്ന സിംറ്റംസും ഇതിന്റെ സിനോണിംസ്, അതായത് പല പേരിലാണ് ഈ ലോങ് കോവിഡ് നമ്മൾ അറിയുന്നത്. അത് ലോങ് കോവിഡ്, ലോങ് ഹോൾ കോവിഡ്, ലോങ് ഹോളേഴ്സ്, പോസ്റ്റ് COVID-19 കണ്ടീഷൻ, പോസ്റ്റ് COVID-19 സിൻഡ്രോം, പോസ്റ്റ് കോവിഡ് സിൻഡ്രോം, ഇങ്ങനെ പല പേരിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഈ കോവിഡ് ഇതിനെ നമ്മൾ 4 ഇതായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. വൺ ഇസ് മൈൽഡ്, ദെൻ മോഡറേറ്റ്, സിവിയർ ആൻഡ് ക്രിട്ടിക്കൽ. പിന്നെ ഈ ഡിസീസ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത്. അപ്പോ
ഇതിനകത്ത് ഒരു 81% പോപ്പുലേഷനിൽ മൈൽഡ് ഇൻഫെക്ഷൻ ഒരു 4th ഡേ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും. ഒരു 14%-ൽ സിവിയർ ഇൽനെസ് ഒരു അറൌണ്ട് ഒരു 9th ഡേ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 5%-ൽ ഫസ്റ്റ് ഡേ ഔട്ട് തന്നെ ക്രിട്ടിക്കലി ഇല്ലാവും. പിന്നെ നമുക്ക് ഇതിന്റെ റിക്കവറി എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മൈൽഡ് കേസസിൽ അബൌട്ട് ഒരു 2 ആഴ്ചയിൽ തന്നെ അവർക്ക് നല്ല റിക്കവറി കിട്ടും. സിവിയർ കേസസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗോസ് ടു അബൌട്ട് 6 വീക്സ് അല്ലെങ്കിൽ അതിന് മുകളിലും പോകും. സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോ കൊടുത്തിരിക്കുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് മാത്രമേ ഇവിടെ ഞാനിപ്പോ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ് ഫെറ്റിക് എന്ന് പറയുമ്പോൾ ക്ഷീണം, തളർച്ച, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ. എന്ത് ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് കഴിയുമ്പോൾ തന്നെ ക്ഷീണം, അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ക്ഷീണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബ്രെത്ത്ലെസ്നെസ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് കിതപ്പ് വരിക, പിന്നെ സെക്രീഷൻസ്, അത് കഫക്കെട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ബ്രെയിൻ ഫോം, ഇത് ഒരു പുതിയ ടെർമിനോളജി എന്ന് വേണമെങ്കിൽ പറയാം. കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെമ്മറി ലോസ് ആവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഡിസിനെസ്, തലകറക്കം, ഇങ്ങനത്തേത്. മസിൽ ആൻഡ് ജോയിന്റ് പെയിൻ വളരെ കോമൺ ആണ്. പിന്നെ ബ്രീതിങ് പാറ്റേൺ ഡിസോർഡേഴ്സ്, എക്സിക്യൂട്ടീവ് ഫങ്ഷണൽ ചാലഞ്ചസ്. പിന്നെ ഒരു ഇപ്പോ അറൌണ്ട് ദ ഗ്ലോബ് ഇപ്പൊ ഒരു 200+ സിംറ്റംസ് പോസ്റ്റ് കോവിഡ് ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചിലതിനൊക്കെ മെഡിക്കൽ മാനേജ്മെന്റ് വേണ്ടി വരും, ചിലതിനൊക്കെ ഫിസിയോതെറാപ്പി മാനേജ്മെന്റ്, സൈക്കാട്രിക് മാനേജ്മെന്റ്, ഇങ്ങനെ പല ഇതിലായിട്ടാണ്. ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. പിന്നെ ലോങ് കോവിഡിൽ 4 ഫീനോടൈപ്പ്, 4 ഒരു വകഭേദങ്ങളിലായിട്ടാണ് നമ്മൾ ഇത് തന്നെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് പോസ്റ്റ് ഇന്റൻസീവ് കെയർ, പിന്നെ പോസ്റ്റ് വൈറൽ ഫാറ്റീഗ്, പെർമനന്റ് ഓർഗൻ ഡാമേജ്, ലോങ് ടേം കോവിഡ്. അപ്പോൾ ഈ പോസ്റ്റ് ഇന്റൻസീവ് കെയർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പേഷ്യന്റ് മെയിൻലി ഒരു ICU അഡ്മിഷൻ കഴിഞ്ഞ പേഷ്യൻസിലാണ് ഇത് നമ്മൾ കാണുന്നത്. അവർക്ക് ഇത് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ബെഡ് റെസ്റ്റ്, പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന മസിൽ വീക്ക്നെസ്, പിന്നെ സ്റ്റീറോയിഡ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പോസ്റ്റ് ഇന്റൻസീവ് കെയർ ഈ പ്രോബ്ലം വരുന്നത്. പിന്നെ വരുന്നത് പോസ്റ്റ് വൈറൽ ഫാറ്റീഗ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം. ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, തന്നെ വന്നും മാറിപ്പോകുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. അതായത് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കെതിരെ തന്നെ പൊരുതുന്ന ഒരു കണ്ടീഷനാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് നമ്മുടെ ബോഡി അത് വളരെ ആക്റ്റീവ് ആയിരിക്കും. ചെറിയൊരു ഇത് എപ്പോഴും ഈ സാധനം ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തളർച്ചയും ക്ഷീണവും ഇതൊക്കെ വരാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇതുകൊണ്ട് തന്നെ ഒരു കണ്ടീഷൻ കൂടി ഇപ്പോൾ പലർക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് മയാൽജിക് എൻസെഫലോമൈലൈറ്റിസ് അല്ലെങ്കിൽ ക്രോണിക് ഫാറ്റീഗ് പെയിൻ സിൻഡ്രോം എന്നാണ് അതിന് പറയുന്നത്. ഇതെല്ലാം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് സാധാരണഗതിയിൽ പെട്ടെന്ന് ആൾ ടയർഡ് ആവും, എക്സസൈസ് ഒക്കെ അധികം ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ കണ്ടീഷനൊക്കെയാണ് ഈ 2 കണ്ടീഷനിലും നമുക്ക് കാണുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എക്സസൈസും കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഇതുണ്ട്. പിന്നെ പെർമനന്റ് ഓർഗൻ ഡാമേജ്, ഇപ്പോ ഇത് പലരിലും കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. പെർമനന്റ് ഓർഗൻ ഡാമേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ഏത് ഓർഗനെ വേണമെങ്കിലും അഫക്ട് ചെയ്യാം. കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ലങ്സിലാണ്. ലങ്സിൽ ഒന്ന് ഫൈബ്രോസിസ് വരും, അതായത് അവിടെ ഇങ്ങനെ ആ ലങ്സിന്റെ ആ ഭാഗം പിന്നെ നമുക്ക് പെർമനന്റ് ഡിസ്ട്രക്ഷൻ വരും. അതുപോലെ തന്നെ കാർഡിയാക് സെൽസിൽ, നമ്മുടെ ഹാർട്ടിലെ സെൽസിൽ വരാം. അത് ഹാർട്ടിലെ നമ്മുടെ SI നോഡ് എന്ന് പറയുന്നത്, അതായത് അവിടെ നിന്നാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഹാർട്ടിന്റെ റിതവും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പലർക്കും ഇപ്പോ ഹാർട്ട് ബീറ്റ് കൂടുന്നതും, അതുപോലെ തന്നെ വളരെ കുറച്ച് കണ്ടീഷൻസിൽ നമുക്ക് ഹാർട്ട് റേറ്റ് കുറയുന്നതായിട്ടും ചില പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്ന ഇതാണ് ലോങ് ടേം കോവിഡ്. ഇത് മെയിൻലി ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് കാണാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സെറ്റിംഗിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്, പിന്നെ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ട് അത് സിംറ്റമാറ്റിക് അല്ലാതെയോ അല്ലെങ്കിൽ വളരെയധികം സിംറ്റമാറ്റിക് ആയിട്ടോ വന്ന ഒരു പേഷ്യന്റിലും ഈ പറഞ്ഞ കാര്യങ്ങൾ കാണാം. ഇപ്പോ ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും, ഈ കോവിഡ് വന്ന ആർക്ക് വേണമെന്നുണ്ടെങ്കിലും, അതായത് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിലും അല്ലാത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ലോങ് കോവിഡ് എന്ന് പറഞ്ഞ സംഭവം വരാൻ ചാൻസസ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരുവിധം എല്ലാവർക്കും കാണാറുണ്ടിരിക്കണം. പിന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കോവിഡിന്റെ ഇതിന്റെ അത് പോസ്റ്റ് കോവിഡിൽ നമുക്ക് ലോങ് കോവിഡിൽ നമുക്ക് കാണുമ്പോൾ ഒരു ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ് ആയിരിക്കും. അതായത്
ഒരു സിംറ്റം ആയിരിക്കില്ല, എല്ലാവർക്കും പല ടൈപ്പിലായിരിക്കും സിംറ്റംസ് വരുന്നത്. ഇപ്പോ ഞാൻ തന്നെ ഇപ്പൊ പല പേഷ്യൻസിനെയും കണ്ടു കഴിഞ്ഞു, എല്ലാവർക്കും പല രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ഒരാൾക്ക് പറയുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഫ്ലക്ച്വേറ്റ് ആൻഡ് ചേഞ്ച് ഓവർ ടൈം. ഇത് വേറെ ഒന്നുമല്ല, ഇപ്പോ ഇന്നിപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നാളെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ പ്രശ്നം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ രാവിലെ ഞാൻ എണീക്കുമ്പോഴത്തേക്കും ഞാൻ വളരെ ഫ്രഷ് ആയിരിക്കും, പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്കും നേരെ മറിച്ചും വരാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഏത് സിസ്റ്റത്തിനെ വേണമെന്നുണ്ടെങ്കിലും എഫക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും റീഹാബിലിറ്റേഷനെ പറ്റി, പ്രത്യേകിച്ച് ലോങ് കോവിഡ് റീഹാബിലിറ്റേഷനെ പറ്റി പറയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം ഞാൻ പറയേണ്ടതും എല്ലാവരും അറിയേണ്ടതുമായ ഒരു സംഭവമാണ്, അതായത് അക്സെപ്റ്റൻസ്. നമ്മൾ കാര്യങ്ങളെ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് നോട്ട് ലൈക്കിങ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാവില്ല. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാവില്ല. അതുപോലെ തന്നെ ഇറ്റ്സ് നോട്ട് ഗിവിങ് അപ്പ് ഓർ ഗിവിങ് ഇൻ. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതും ആവില്ല. പിന്നെ പെയിൻ പ്ലസ് റെസിസ്റ്റൻസ് ഇസ് സഫറിങ്. അതായത് നമുക്കൊരു ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ഒരു വേദന വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടായി മാറും. സോ വാട്ട് എക്സാക്ട്ലി ഈസ് അക്സെപ്റ്റൻസ്? അക്സെപ്റ്റൻസ് ഈസ് വില്ലിംഗ് ടു സ്റ്റാർട്ട് ഫ്രം വേർ യു ആർ. നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എവിടെയാണ്, അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അക്സെപ്റ്റൻസ്. ആൻഡ് അക്സെപ്റ്റൻസ് ഈസ് ആക്റ്റീവ് ആൻഡ് അവെയർ എംബ്രേസ് ഓഫ് വാട്ട്സ് ഗോയിങ് ഓൺ. അതായത് നമ്മൾ ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നത്, ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അക്സെപ്റ്റൻസ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതെന്താണ്, ഇതിനെപ്പറ്റി ഇങ്ങനെ ഇപ്പൊ പറയുന്നത്, പക്ഷേ സ്ലൈഡ്സ് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു സ്ലൈഡ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തതെന്നുള്ളത്. പിന്നെ ഫിസിയോ മാനേജ്മെന്റ് പറയുമ്പോഴത്തേക്കും 3 കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ഒരു ഇതായിട്ട് ജസ്റ്റ് പറയുവാണെങ്കിൽ വരുന്നത്. ഫസ്റ്റ് സ്ക്രീനിങ്, എന്താണ് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ അസസ്മെന്റ്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ആൻഡ് ഫൈനലി ദ ഇന്റർവെൻഷൻ, നമുക്ക് ഇതിനെ ഈ കണ്ടുപിടിച്ച കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാന്നുള്ളതാണ് ഇന്റർവെൻഷനിൽ വരുന്നത്. പിന്നെ ഏത് എക്സസൈസ് ആണെങ്കിലും, ഈവൻ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ഓക്സിജൻ സാച്ചുറേഷൻ. ഒരു കാരണവശാലും ഇതൊരു 90യുടെ താഴെ പോവാതെ നോക്കണം നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഹാർട്ട് റേറ്റ് ഒരിക്കലും 120യുടെ മുകളിൽ ക്രോസ് ചെയ്യാതെ തന്നെ നോക്കണം. പിന്നെ റെസ്പിറേറ്ററി റേറ്റ് ഒരു 30ന്റെ മുകളിൽ പോകരുത്. ഇത് വീട്ടിൽ മോണിറ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും ഒരു പൾസ് ഓക്സിമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെയാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. ഇത് നമ്മളിപ്പോ പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു ലോങ് ടേം ഒരു ബെഡ് റെസ്റ്റ് എടുത്ത ഒരു പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റ് പെട്ടെന്ന് എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു തലകറക്കം സംഭവിച്ചേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്കും ഒരു തലകറക്കം, ഡിസിനസ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നതിനാണ് ഈ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞ ഇതിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇങ്ങനെ വന്ന പേഷ്യൻസിനും എക്സസൈസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ചെസ്റ്റ് ഫിസിയോതെറാപ്പി. ചെസ്റ്റ് ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് പലർക്കും ഒരു ഐഡിയ ഇല്ല. ഒരു നെഞ്ചത്തിട്ട് വെറുതെ കൊട്ടുക എന്ന് പറയുന്നത് അതാണോ ചെസ്റ്റ് ഫിസിയോതെറാപ്പി? അല്ല. ഇത് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാര്യം വേറൊന്നുമല്ല. നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ നെഞ്ചത്തിട്ട് കൊട്ടുന്നതും ഇതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നല്ല ചേഞ്ച് വരും. എക്സ്റേയില് മോർണിംഗ് എടുത്താൽ വലിയ ആവില്ല, ഈവനിങ് ആകുമ്പോഴത്തേക്കും നല്ല ചേഞ്ച് വരും എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അത്രയും വലിയ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ചെസ്റ്റിലൊക്കെ നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ സ്പാസവും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനും ബുദ്ധിമുട്ട് ഉണ്ടാക്കാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ചെസ്റ്റ് ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അത് 3-4 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇതൊക്കെ നമ്മുടെ ബ്രീതിങ് എക്സസൈസ് എന്ന ഇതിൻ്റെ അകത്തൊക്കെ കാറ്റഗറൈസ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ബ്രീതിങ് കൺട്രോൾ, പിന്നെ ലങ് എക്സ്പാൻഷൻ, പിന്നെ ബ്രോങ്കിയൽ ഹൈജീൻ ടെക്നിക്. ഈ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് നമ്മളിപ്പോ ചെസ്റ്റിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കപ്പിംഗ്, അതായത് ബീറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിലെ സെക്രീഷൻസ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് കോവിഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ സെക്രീഷൻസ് മിക്കവാറും കേസസിൽ സെക്രീഷൻസ് കുറവായിരിക്കും.
അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിലൊക്കെ അവർ ചുമയും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇപ്പൊ സെക്രീഷൻസ് ഉള്ള ഒരു പേഷ്യൻസിലാണെങ്കിൽ ചെയ്യാം, ബട്ട് അതൊരു സൂപ്പർവിഷനിലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ അത് 3 തരമുണ്ടെന്ന് ഞാനിപ്പോ പറഞ്ഞു. ഇനി അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ബ്രീഫ് ഐഡിയ തരാം. ബ്രീതിങ് എക്സസൈസിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ബ്രീതിങ് കൺട്രോൾ ടെക്നിക് എന്ന് പറയും. ബ്രീതിങ് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് പേഷ്യൻസിന്, അതായത് പേഷ്യൻസിനല്ല അല്ലാത്തവർക്കും വേണമെങ്കിൽ വരാം. ഈ പറഞ്ഞ പോലെ നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ പെട്ടെന്ന് കിതയ്ക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു 3-4 ടെക്നിക്സ് ഉണ്ട്. അതിൻ്റെ അത് 1-2 ഇപ്പോ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് വരുന്ന ഫസ്റ്റ് ഇതാണ് പേഴ്സ്ഡ് ലിപ്പ് ബ്രീതിങ് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, മൂക്കിൽ കൂടെ ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് വലിക്കുക, എന്നിട്ട് പുറത്തേക്ക് നമ്മൾ വിസിലടിക്കല്ലേ അതുപോലെ തന്നെ ചുണ്ട് പതുക്കെ ഇങ്ങനെ പിടിച്ച് പതുക്കെ പുറത്തേക്ക് ശ്വാസം വിടുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എഫേർട്ട് ഇടുകയുള്ളൂ. പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ബലൂണിൽ നിന്ന് എങ്ങനെയാണ് കാറ്റ് പുറത്തോട്ട് പോകുന്നത്, അപ്പോൾ നമ്മുടെ ലങ്സിന്റെ ആ റീകോയിൽ കൊണ്ടാണ് ഈ ബ്രെത്ത് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് പോകേണ്ടത്. ഒരു കാരണവശാലും ഊതി നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടാൻ പാടില്ല. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ശ്വാസം മൂക്കിൽ കൂടെ നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വായിൽ കൂടെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ജസ്റ്റ് ഒരു ഡെമോ ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വീഡിയോ ക്ലിയർ ആണോ? എന്റെ വീഡിയോ ക്ലിയർ ആണോ? ഓക്കെ. ഇതിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ 1-2 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വായിൽ കൂടെ നമ്മൾ ശ്വാസം വിടുന്നത്. പിന്നെ ശ്വാസം നമ്മൾ ഊതി കളയാൻ പാടില്ല, പതുക്കെ ശ്വാസം നാച്ചുറൽ ആയിട്ട് സ്ലോയിൽ പോകണം. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ഓക്കെ, വിട്ടുപോയി, ഞാൻ പറയാം. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തത് ബ്രീത്തിങ് കൺട്രോൾ ടെക്നിക്. ഇതാണ് കുറച്ചും കൂടി നമുക്ക് ഇത് നമുക്ക് ഒരു കാര്യത്തിനു കൂടി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഇത് ഫസ്റ്റത്തെ നമുക്ക് ബ്രീതിങ് കൺട്രോളിന് വേണ്ടി മാത്രമാണ്. ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിലാക്സേഷന് കൂടി നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഞാൻ വിട്ടുപോയ കാര്യം ഞാൻ ഇപ്പൊ തന്നെ ആഡ് ചെയ്യുകയാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പോ ഈ ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം ഒരു 6 to 7 റെപ്പിറ്റേഷൻസ് മാത്രമേ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെത്ത്ലെസ് ആവാനും ഇതൊക്കെ ചാൻസസ് കൂടുതലാണ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിൽ ഒരു 6 to 7 റെപ്പിറ്റേഷൻസ് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ആൻഡ് ഇപ്പോ അടുത്തത് ചെയ്യേണ്ടത് ബ്രീത്തിങ് കൺട്രോൾ ടെക്നിക്കാണ്. ഇതും ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ ഒരു കൈ നമ്മുടെ നെഞ്ചത്ത് വെക്കുക, അടുത്ത കൈ നമ്മുടെ വയറിന്റെ മുകളിലും വെക്കുക, എന്നിട്ട് കണ്ണടച്ചു പിടിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. ഒരു കൈ നെഞ്ചത്ത് വെക്കുക, ഒരു കൈ നെഞ്ചത്ത് വെക്കുക, മറ്റേത് വയറിന്റെ മുകളിൽ വെക്കുക. എന്നിട്ട് നമ്മൾ കണ്ണടച്ച് പിടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ശ്വാസം പതുക്കെ മൂക്കിൽ കൂടി തന്നെ പുറത്തേക്ക് വിടുക. മ്യൂട്ടായി പോയി, അൺമ്യൂട്ടായി പോയി, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യും. ഇപ്പോ രണ്ടാമത്തെ ടെക്നിക്ക് പറഞ്ഞത് ബ്രീത്തിങ് കൺട്രോൾ ടെക്നിക്ക് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തേതിനേക്കാളും ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. ഒരു കൈ നമ്മൾ വയറിലും ഒരു കൈയിൽ നമ്മുടെ നെഞ്ചത്തുമാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണടച്ചു പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ മറ്റേതിനേക്കാൾ ഡിഫറെന്റ് എന്ന് പറയാനായിട്ട്, മറ്റേതിൽ നമ്മൾ വായിൽ കൂടി ആയിരുന്നു ശ്വാസം വിട്ടത്. ഇതിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും മൂക്കിൽ കൂടി തന്നെ ശ്വാസം എടുത്ത് മൂക്കിൽ കൂടി തന്നെയാണ് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നത്. ഇതിൻ്റെ അത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സ്ലോ ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടും വേണം നമ്മൾ ശ്വാസം എടുക്കാനും അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുവാനും.
പിന്നെ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 6 to 7 റെപ്പിറ്റേഷൻസ് മാത്രം ചെയ്യുക. കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ മുകളിലേക്ക് പോകാൻ പാടുള്ളൂ. പക്ഷേ ഇത്രയും ലെവലിൽ തന്നെ നിൽക്കുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു ലിമിറ്റ്. പിന്നെ നെക്സ്റ്റ് സെറ്റ് ഓഫ് എക്സസൈസ് ആണ് ലങ് എക്സ്പാൻഷൻ ടെക്നീക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി നമ്മളൊരു ബെഡ് റെസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്കൊരു റെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു അസുഖമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലങ് എക്സ്പാൻഷൻ വളരെ കുറയും. അതായത് നമ്മുടെ ലങ്സിലോട്ട് നമ്മൾ വിചാരിക്കണ പോലെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ലങ്ങിന്റെ എക്സ്പാൻഷൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന എക്സസൈസുകളാണ് ഈ ലങ് എക്സ്പാൻഷൻ ടെക്നിക്കിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു ടെക്നിക്കാണ് ഡയഫ്രമാറ്റിക് ബ്രീതിങ് എന്ന് പറയും. ഇത് ചെയ്യാനായിട്ട് നമ്മുടെ കൈ രണ്ടും വയറിന് മുകളിൽ വെക്കുക, എന്നിട്ട് ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് ശരിക്ക് പുറത്തേക്ക് തള്ളി വരണം. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വയറ് വീർത്തു വരുന്ന കാണും. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയഫ്രം, അതായത് നമ്മുടെ ലങ്സിന്റെ താഴെയുള്ള ഒരു മസിലാണ്, നമ്മുടെ ശ്വാസം എടുക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു മസിലാണ്. ഇതിന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു എന്താ പറയാ, അതിനുവേണ്ടിയുള്ള ഒരു എക്സസൈസ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേക്കും ശ്വാസം ഉള്ളിലേക്ക് നന്നായിട്ട് എടുക്കുക. അപ്പോൾ വയറ് നന്നായിട്ട് വീർക്കുന്നതായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക ബ്രെത്ത്, പിന്നെ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ഓക്കെ. പിന്നെ അടുത്ത ടെക്നിക്കാണ് സ്റ്റാക്ഡ് ബ്രീതിങ് എന്ന് പറയും. ഇത് ചെയ്യാനായിട്ട് നമ്മൾ 3 അല്ലെങ്കിൽ 4 ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കും, എന്നിട്ട് മാത്രമായിരിക്കും നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നത്. ജസ്റ്റ് ഒരു ഡെമോ ഞാൻ കാണിക്കാം. വീഡിയോ ഓഫാണ്. അവിടത്തെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, നമുക്ക് കാണാലോ. ഇവിടെ വീഡിയോ ഓൺ ആണ്. ഓക്കെ. ഇത് സ്റ്റാക്ഡ് ബ്രീതിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടോളൂ. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ശ്വാസം നമ്മൾ 4 പടിയായിട്ട്, അതായത് 1, 2, 3, 4 ഇങ്ങനെ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കും. അത് കഴിഞ്ഞിട്ട് ശ്വാസം നമ്മൾ പതുക്കെ പുറത്തേക്ക് വിടും. ഇത് ചില പേഷ്യൻസിൽ ഇപ്പൊ സെക്രീഷൻസ് ഒക്കെ ഉള്ള ഒരു പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോൾ തന്നെ ചുമയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സെക്രീഷൻസ് ക്ലിയർ ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്ത ടെക്നിക്കാണ് നമ്മളൊരു ബെൽറ്റ് എക്സസൈസ് എന്നൊക്കെ പറയും. ഇത് നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലങ്സിന്റെ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ള സെഗ്മെന്റ് ലോവർ ലോബ്സ്, അതായത് താഴത്തെ ലോബ്സ് ആണെന്നാണ് ഇപ്പോ സ്റ്റഡീസിലെല്ലാം കാണുന്നത്. അപ്പോ ഈ കേസിൽ നമുക്ക് എങ്ങനെ ആ ലോവർ ലോബ്സിനെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിന് വേണ്ടത് ഒരു ഷോൾ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ഒരു മുണ്ടോ എന്തെങ്കിലും എടുത്തിട്ട് ഇത് നമ്മൾ നമ്മുടെ നമ്മുടെ വാരികളുടെ അതായത് ഏറ്റവും താഴത്തെ ഭാഗത്താണ് നമ്മൾ ഇത് വെക്കേണ്ടത്. അതായത് ജസ്റ്റ് ഒന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലങ്സിന്റെ ഒക്കെ ഏറ്റവും താഴത്തെ റീജിയൻ അവിടെ നമ്മൾ ഇങ്ങനെ ഇത് വെക്കുവാണ് വേണ്ടത്. ഇങ്ങനെ ഇത് റൗണ്ട് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ അത് മുകളിലോട്ട് തന്നെ പിടിക്കുവാണ്. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാനുള്ള ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഞാൻ മുകളിലോട്ട് ആക്കി പിടിച്ചേക്കുവാണ്. പക്ഷെ നിങ്ങൾ പിടിക്കേണ്ടത് താഴോട്ടാക്കിയാണ് വേണ്ടത്. അപ്പോ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇത് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് നന്നായിട്ട് വലിക്കുക, പുറത്തേക്ക് വിടുക, പിന്നെയും ശ്വാസം വലിക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്താണ് നമ്മളിത് ഇതിനകത്ത് കൂടുതൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മളിത് പതുക്കെ ടൈറ്റ് ആക്കി കൊണ്ടുവരേണ്ടതാണ്. എന്നിട്ട് ആ ലാസ്റ്റ് മൂമെന്റ് ശ്വാസം എടുത്ത് ലാസ്റ്റ് നമ്മൾ ആ ഒരു ബ്രെത്ത് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് പതുക്കെ ഒന്ന് ഇത് ടൈറ്റ് ആയിട്ട് ഒന്നിങ്ങനെ വലിച്ച് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത്, നമ്മൾ ശ്വാസം എടുത്ത് ലാസ്റ്റ് ആ മൂവ്മെന്റ് ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അപ്പോഴും ചെറിയൊരു റെസിസ്റ്റൻസ് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെയും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. ഇത് നമ്മുടെ ലങ് എക്സ്പാൻഷന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്.
പിന്നെ അടുത്തത് വരുന്നതാണ് ബ്രോങ്കിയൽ ഹൈജീൻ ടെക്നിക്. ഇതിനകത്ത് വരുന്നത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ലങ്സിൽ സെക്രീഷൻസ് ഉണ്ടെങ്കിൽ, അതായത് കഫക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്കാണ്. നമുക്ക് പല ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ACBT, പോസ്റ്റൽ ഡ്രെയിനേജ്. പോസ്റ്റൽ ഡ്രെയിനേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ പേഷ്യൻസിനെ പല രീതിയിൽ കിടത്തും. ലങ്സിന്റെ ഏത് ഭാഗത്താണ് കഫം കെട്ടി കിടക്കുന്നത് അതനുസരിച്ച് പേഷ്യന്റിനെ പൊസിഷൻ ചെയ്തിട്ടാണ് നമ്മൾ ക്ലിയറൻസിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ വീടുകളിൽ ഒരു പ്രോപ്പർ മോണിറ്ററിംഗ് ഇല്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ഏറ്റവും നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 2 കാര്യമാണ് കഫിംഗ് ആൻഡ് ഹഫിംഗ്. കഫിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കഫിംഗ് എന്ന് പറയുന്നത് ചുമക്കുക. പിന്നെ ഹഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിക്കാം. ഹഫിംഗ് 2 ടൈപ്പിലാണ് നമ്മൾ ഹഫിംഗ് ചെയ്യുന്നത്. ഒന്ന് മീഡിയം വോളിയം, ഹൈ വോളിയം. മീഡിയം വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. നമുക്ക് നെഞ്ചിനകത്തൊക്കെ കെട്ടിക്കിടക്കുന്ന പോലെ തോന്നുമ്പോഴത്തേക്കും ആ സമയത്ത് അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് നമ്മൾ ചെയ്യാനായിട്ട് ഇത് പലപ്പോഴും നമ്മൾ തന്നെ വീട്ടിലെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഉള്ളിൽ സെക്രീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു ചുമ വരും. അപ്പോൾ ജസ്റ്റ് ചുമച്ച് അത് നമ്മൾ ആ കഫം തുപ്പിക്കളയേണ്ടതാണ്. പിന്നെ വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക കുറച്ച് നീട്ടി പിടിച്ചാണ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഹൈ വോളിയം എന്ന് പറയും. അത് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഇപ്പൊ എയർവേയിലൊക്കെയാണ്, അതായത് നമുക്ക് കുറച്ചുകൂടി മുകളിലൊക്കെയാണ് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളയാനായിട്ടാണ് ഈ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സാധനം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. സ്പൈറോമീറ്റർ എന്ന് പറയും. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഇത് യൂസ് ചെയ്തവർക്ക് മിക്കവാറും നല്ല രീതിയിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ പോവും. പിന്നെ 3 ബോൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും 3ഉം പൊക്കണം എന്നുള്ളതാണ് പലരുടെയും ഒരു ധാരണ. പക്ഷെ അതൊരു തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് 2 ബോൾ മാത്രം പൊക്കേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് 2 ബോൾ മാത്രം നമുക്ക് പൊക്കി ഹോൾഡ് ചെയ്യണം. മൂന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടർബുലൻസിനെ പറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡെമോ കാണിക്കാം. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? മൂക്കിൽ കൂടി നന്നായിട്ട് നമ്മൾ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വലിച്ചെടുക്കുമ്പോഴത്തെ മുകളില് ഈ 2 ബോൾ ഒന്ന് ഹോൾഡ് ചെയ്യണം. എന്നിട്ട് പതുക്കെ നമ്മൾ റിലീസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത്തെ ബോൾ നമ്മൾ ഒരു കാരണവശാലും പൊക്കാൻ നോക്കരുത്. പിന്നെ ഇത് തിരിച്ചു പിടിച്ച് ഊതി ഇങ്ങനെ അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ളതാണ് കാര്യം. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു കാര്യം നമ്മളിപ്പോ കാർ പ്രോട്ടോകോൾ എന്ന് പറയും. അതായത് ഇത് ഇപ്പൊ ഒരു കോവിഡ് ആയിട്ട് നമ്മുടെ പ്രത്യേകിച്ച് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ചെയ്യിക്കും. പക്ഷെ വീട്ടിലായിട്ട് നമ്മുടെ ഒരു പേഷ്യന്റ് ഇപ്പൊ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മിക്കവാറും അവര് ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ പൊസിഷനിങ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓക്സിജൻ അവർക്ക് എന്താ പറയാ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഓക്സിജൻ കൊടുക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ അവരെ ഹോസ്പിറ്റലാണെങ്കിലും അവർക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് ഒന്നും വേണ്ടാത്ത രീതിയിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് യൂഷ്വലി പറയുന്നത് അരമണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെയും ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് പ്രോട്ടോകോളിൽ പറയുന്നത്. പക്ഷേ ഒരു 10 മിനിറ്റ് വരെയെങ്കിലും ഒരു പേഷ്യന്റ് അങ്ങനെ കിടത്താൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ടൈം നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റും, എത്രയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ പേഷ്യന്റ് കമത്തിക്കെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് ഇപ്പൊ ഒരു കുറച്ച് വയറൊക്കെ ഉള്ള ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമത്തിക്കെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവരുടെ ചെസ്റ്റിന്റെ അടിയിലൊക്കെ ഒരു പില്ലോയൊക്കെ വെച്ച് പൊസിഷൻ ചെയ്ത് നമുക്ക് കിടത്താൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ പൊസിഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ അടുത്ത പൊസിഷനിലോട്ട് പോകുന്നത് ഒരു സൈഡിലേക്ക് തിരിച്ചു കിടത്തുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് എഴുന്നേറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു 60 to 90 ഡിഗ്രി ടിൽറ്റ് വരുന്ന രീതിയിൽ ചാരി ഇരുത്തുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ അവരെ ആദ്യം നമ്മൾ ലെഫ്റ്റിലോട്ടാണ് കിടത്തിയെങ്കിൽ പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് അവരെ തിരിച്ചു കിടത്തുക. ഈ സൈക്കിൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് പേഷ്യന്റിന് ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ
അവര് തന്നെ ചെയ്യാം. ഇൻ കേസ് ഇത് ചെയ്യുമ്പോൾ തന്നെ പേഷ്യന്റിന് അവർക്ക് ഇപ്പോ സാച്ചുറേഷൻ ലെവൽ താഴുകയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്. നമുക്ക് ഇത് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒരു എക്സസൈസ് അല്ല. എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻഡും സ്ട്രക്ചേർഡും നമുക്കൊരു എയിമും ഫ്രണ്ടിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിനെ മാത്രമേ നമ്മൾ എക്സസൈസ് എന്ന് പറയുള്ളൂ. പിന്നെ നമ്മളിപ്പോ എക്സസൈസ്, ഈവൻ ചില ബ്രീതിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു കിതപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പൊസിഷൻസ് ആണിത്. ഇങ്ങനത്തെ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കിതപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും മാറി കിട്ടും. അപ്പോ ഇതാ ഈ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഈ കാണുന്ന പൊസിഷൻസ് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെത്ത്ലെസ്നെസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്നുകൊണ്ട് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കൈ ഇങ്ങനെ കുത്തി വെച്ചുകൊണ്ട് ഫ്രണ്ടിലോട്ട് ചാരി ഇരിക്കുക. അതായത് ഒന്നല്ലെങ്കിൽ പില്ലോമേ ചാരി ഇരിക്കാം, അല്ലാതെ ഇരിക്കാം, പുറകിലോട്ട് വെറുതെ ചാരി ഇരിക്കാം. ഇപ്പോ ഇതിനകത്ത് ഒരു 5ാമത്തെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഇപ്പൊ ഷോപ്പിംഗ് മോളിലോ അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു ചെറിയൊരു വോൾ, ഒരു മേശ, അല്ലെങ്കിൽ എന്തില്ലെങ്കിലും നമുക്ക് അതേപോലെ ഫ്രണ്ടിലേക്ക് കൈകുത്തി നിന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൺട്രോൾ കിട്ടും. ഇപ്പൊ നമ്മുടെ പ്രോഗ്രഷൻ പോകുന്നത് ഇപ്പൊ ഫസ്റ്റ് തന്നെ ഇതൊരു എന്താ പറയുക, ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ കേസാണ് പറയുന്നത്. ആദ്യം തന്നെ ആക്ടിവിറ്റി ഒന്നുമില്ല, പിന്നെ ബെഡിൽ എഴുന്നേറ്റിരിക്കുക, അത് കഴിഞ്ഞിട്ട് എഡ്ജിലോട്ട് നമ്മൾ പേഷ്യന്റിനെ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തിക്കുക, പിന്നെ സ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവരാം, പിന്നെ സ്റ്റാൻഡിങ്ങിൽ തന്നെ മാർച്ചിങ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാക്കിങ്ങിലോട്ട് പതുക്കെ പ്രോഗ്രസ് ചെയ്യുന്നത്. പിന്നെ വാക്കിംഗ് വെൻ ആൻഡ് ഹൗ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നടക്കാമോ എന്ന്. നമുക്ക് ഈ കോവിഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാമോ? പക്ഷേ ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പേഷ്യന്റ് അധികം സാച്ചുറേഷൻ ലെവല് മെയിൻറ്റെയിൻഡ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വേറെ ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഫേസിൽ പോലും ഒരു മിനിറ്റ് ഒക്കെ പേഷ്യന്റ് ഇടയ്ക്ക് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീകണ്ടീഷനിങ്, അതായത് ഉണ്ടാവുന്ന തളർച്ചയും ക്ഷീണമൊക്കെ നമുക്കൊരു ചെറിയ പരിധി വരെ നമുക്കൊരു അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോ കോവിഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു എൻഡുറൻസ്, അതായത് നമുക്ക് ഒരു എന്ത് എക്സസൈസ് ചെയ്യാനാണെങ്കിലും കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ആ ക്ഷമത നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് വളരെ നല്ലൊരു ആക്ടിവിറ്റിയാണ് വാക്കിംഗ്. ഇത് ഓക്കെ. പിന്നെ ഫറ്റീഗ് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് കാണുന്ന ഒരു കോവിഡ് കഴിഞ്ഞ് വരുന്ന പേഷ്യന്റിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഫെറ്റീഗ്. അതായത് ക്ഷീണം, തളർച്ച, ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഉന്മേഷക്കുറവ്, ഇതിങ്ങനെയൊക്കെ പറയും. ഇത് പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മടിയാണോ അല്ലെങ്കിൽ തോന്നലാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഇത് സത്യമാണ്, ഇത് ഇറ്റ്സ് റിയൽ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും വരുന്ന പ്രശ്നമാണ്. ഒന്ന്, ദേഷ്യം വരും, പിന്നെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, പിന്നെ ഇതുകൊണ്ട് തന്നെ ഡിപ്രഷൻ വരാം, ആങ്സൈറ്റി വരാം. ഇതെല്ലാം ഇതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഫറ്റീഗ് എന്ന് പറഞ്ഞത് റിയൽ ആണ്. അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇതിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ മാനേജിങ് ആക്ടിവിറ്റി ആൻഡ് എനർജി. നമ്മുടെ എനർജി ലെവൽ നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു 2 ഫേസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഫേസിനെ സ്റ്റെബിലൈസിങ് ഫേസ് എന്ന് പറയും. അതായത് നമുക്കൊരു നോർമൽ ഒരു ബേസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ മുകളിലോട്ട് ബിൽഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ബേസ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആക്ടിവിറ്റി ലെവലിന്റെ ഒരു നോർമൽ ലൈനാണ്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ അസുഖം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും വളരെ താഴെ ആവാൻ ചിലപ്പോൾ. പിന്നെ ഇത് ഈ ബേസ് ലൈൻ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോ ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല എനർജറ്റിക് ആയിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. പക്ഷെ ചില ദിവസങ്ങളിൽ നേരെ തിരിച്ചായിരിക്കും, നമുക്ക് എനർജി വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള ദിവസങ്ങളിലും നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി ചെയ്ത് തീർക്കാൻ പറ്റണം. ആ ഒരു ലെവലിനെയാണ് നമ്മൾ ബേസ് ലൈൻ ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്.
ഓക്കെ. ആൻഡ് അടുത്തത് വരുന്നത് പേസിങ്ങും റെസ്റ്റുമാണ്. അതായത് പേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ പാർട്ടായിട്ട് ചെയ്യുന്നതിനാണ് പേസിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനിടയിൽ നമ്മൾ കുറച്ച് റെസ്റ്റും കാര്യങ്ങളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് അടുത്ത ഫേസിനെ നമ്മൾ ബിൽഡിംഗ് ഫേസ് എന്ന് പറയും. ഈ ഫേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസ് ലൈനിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്തു പോകാൻ പറ്റി, നമുക്ക് ആ സ്റ്റെബിലൈസിങ് ഫേസ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പ്രോഗ്രസ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്തു വരുമ്പോഴത്തേക്കും ഇപ്പോ ബേസ് ലൈൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് ചില ദിവസങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ ചില ഇത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഫേസിലോട്ട് കയറാം. പിന്നെ എപ്പോഴും നമ്മുടെ പ്രോഗ്രഷൻ വളരെ സ്ലോലി ആയിരിക്കണം. നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റും എന്നുള്ളതനുസരിച്ച് മാത്രമേ നമ്മൾ മുമ്പോട്ട് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകാൻ പാടുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും ഇതായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് സ്റ്റോപ്പ്, റെസ്റ്റ്, പേസ്. ഇതിലെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബ്രെത്ത്ലെസ്നെസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഫെറ്റീഗ് ആവാം, ഇങ്ങനത്തെ എന്ത് കണ്ടു കഴിഞ്ഞാലും അപ്പൊ തന്നെ നമ്മൾ നിർത്തുക. ഒരു കാരണവശാലും നമ്മൾ അതിനെ ചലഞ്ച് ചെയ്യാൻ പോകരുത്. ഇത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് റെസ്റ്റ് എടുക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോവാം. പേസ് ചെയ്യാനുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ 4 P's നമ്മളിപ്പോ ഇതും അടുത്തൊരു പ്രോട്ടോകോളിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് 4 P's. അതായത് പ്രയോറിറ്റൈസ്, പ്ലാനിങ്, പേസിങ് ആൻഡ് പ്ലഷർ. പ്രയോറിറ്റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ആദ്യം ചെയ്യുക, ആവശ്യമുള്ളത് അത് കഴിഞ്ഞിട്ട് ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. പിന്നെ പ്ലാൻ ചെയ്യുക, നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാന്നുള്ളത് നമ്മളൊരു പ്ലാനിങ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഇത്ര മാത്രം നമുക്ക് ചെയ്യാം, അതനുസരിച്ച് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കാം, അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാം. പിന്നെ വരുന്നതാണ് പേസിങ്. പേസിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓരോ കാര്യങ്ങളും ബ്രേക്ക് ചെയ്ത് ചെറിയ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ചെയ്യാം. പിന്നെ പ്ലഷർ, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം വളരെ മോണോട്ടോണസ് ആയിട്ട് തോന്നും, നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കുറച്ച് ടി വി കാണുന്നതോ, അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരായിട്ട് സംസാരിച്ചിരിക്കുന്നതോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മൾ ചെയ്തു പോവുക. പിന്നെ ഹോം എക്സസൈസ്, ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ബലൂൺ ബ്ലോയിങ്, വേറെ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബലൂൺ എടുത്ത് അതിന് വീർപ്പിക്കുക, ബലൂൺ ഊതി വീർപ്പിക്കുക. ഇത് നമ്മുടെ ലങ് എക്സ്പാൻഷന് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു റെസ്പിറേറ്ററി മസിൽ സ്ട്രെങ്ത് കൂടാനും ഇതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ബ്രെത്ത്ലെസ് ആവുമോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈറ്റ് ഹെഡഡ് ആവുമോ, ഒരു തലകറക്കം പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ബബിൾ പെപ്പ് എന്ന് പറയും. ഇതിൽ നമ്മൾ വേണ്ടത് ഒരു ഗ്ലാസ്സിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നമ്മൾ വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മുടെ സ്പൈറോമീറ്ററിൽ കണ്ട പോലെ ഇതേപോലത്തെ ഒരു ചെറിയൊരു പൈപ്പ് എടുക്കുക, ഒരു 1/2 ഇഞ്ചോ അത്രയോ അതിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു പൈപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ച് വെള്ളം ഊതി ബബിൾസ് ഉണ്ടാക്കുക. ഇത് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ ലങ്ങിന്റെ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലത്തെ സെക്രീഷൻസിനെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളെ വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ലങ് വോളിയം ഇൻക്രീസ് ചെയ്യാനായിട്ടും നമുക്കിത് ഹെൽപ്പ് ചെയ്യും. പേസിങ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഫോഗിങ് എ മിറർ, അതായത് നമ്മളിപ്പോൾ ഒരു മിറർ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്ത് ഒരു നമ്മുടെ സ്പെക്സോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഊതി നമ്മൾ ഊതുമ്പോഴത്തേക്കും അതുമേൽ ജസ്റ്റ് ഒരു ഫോഗ് പോലെ ഇത് വരും. ഇത് ചെയ്യുന്നത് നമുക്ക് ഹഫിങ്ങിന് വേണ്ടി ഒരു പ്രാക്ടീസ് ആയിരിക്കും. പിന്നെ വാക്കിംഗ് വളരെ നല്ലൊരു സംഭവമാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ അത് ലെവൽ അനുസരിച്ച് മാത്രം നമ്മൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. Okay, and that's all with the presentation. So നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈലിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് എല്ലാവരും നിങ്ങളുടെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ്, പേരും ചാറ്റ് ബോക്സിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് കോവിഡ് വന്നിട്ടില്ല, പക്ഷെ ഈ കോവിഡിന്റെ സെക്കൻഡ് ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം ഈ പറഞ്ഞ മസിൽ പെയിൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്.
അതിപ്പോൾ ഒരാഴ്ചയായി വാക്സിനേഷൻ കഴിഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴും എൻ്റെ ഷോൾഡറിന് അതുപോലെ ഷോൾഡറിന്റെ ബാക്കിലെ ഭാഗം, ആ ഒരു കൈ, അത്ര ഭാഗം കംപ്ലീറ്റ് വേദനയാണ്. സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള പെയിൻ ഉണ്ട്. അത് ഇപ്പോ ഈ നമുക്ക് വാക്സിനേഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷോൾഡർ മൂവ്മെന്റ്സ് നമ്മൾ നന്നായിട്ട് ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് കൈ മുമ്പോട്ട് ഇത് പൊക്കുക, താത്തുക, അതുപോലെ തന്നെ സൈഡിലോട്ട് എടുക്കുക, ഇങ്ങനെയൊക്കെ പൊക്കുകയും താത്തിയൊക്കെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മൂവ്മെന്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ മസിൽ സ്പാസം കുറയും. അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ അവിടെ ആ ഒരു വേദനയും അതുപോലെ തന്നെ നമുക്ക് ആ മൂവ്മെന്റിന് ഉണ്ടാവുന്ന റെസ്ട്രിക്ഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അത് ഇപ്പോ സ്റ്റാർട്ട് ഇപ്പൊ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരാളുടെ ഹെൽപ്പ് എടുത്ത് പാസീവായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ നമ്മൾ എത്രയും പെട്ടെന്ന് ആക്റ്റീവായിട്ട് തന്നെ ചെയ്ത് തുടങ്ങണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ അധികം വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും. അപ്പോ മൂവ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഒരു റെമഡി. അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുള്ളൂ. താങ്ക് യു. വേറെന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഡൗട്ട് ഇല്ല പ്രിൻസ് ഡോക്ടർ. എനിക്ക് അഭിനന്ദിക്കാനാണ്. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ മെഡിക്കൽ ടേംസ് ആയാൽ പോലും അതെല്ലാം നല്ല ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. കോമൺ മാന് വളരെ ഉപകാരപ്രദമാണ് ഈ ക്ലാസ്. വളരെ നന്നായിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സിസ്റ്റർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇതിനകത്ത് വിട്ടുപോയ യെസ് പറഞ്ഞോളൂ. ഓക്കെ, നമുക്ക് ഇപ്പോ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോ ഹാപ്പി ഹൈപ്പോക്സിയ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സാച്ചുറേഷൻ ചിലപ്പോൾ മറ്റേ പൾസ് ഓക്സിമീറ്ററിൽ കുറയുന്നതായിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടെന്ന് വരില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആ പേഷ്യൻസ് പെട്ടെന്ന് ഒരു ഡ്രോപ്പ് വരാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഓക്സിജന്റെ, അതായത് ബ്ലഡിൽ ഉണ്ടാവുന്ന ഓക്സിജന്റെ ഒരു ലെവല് കുറയും. പക്ഷെ പെട്ടെന്നായിരിക്കും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിലൊക്കെ മൈക്രോ ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ആരും ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് 3 months കോവിഡ് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 months എങ്കിലും സിവിയർ ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യാതെ ശ്രദ്ധിക്കണം. സിവിയർ ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് 6 months ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് 6 monthsന് ശേഷവും ഈ പറഞ്ഞ സിംറ്റംസ് പ്രസന്റ് ചെയ്യുന്ന വളരെയധികം ആൾക്കാരെ ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ പുതിയ സ്റ്റഡീസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അപ്പോ ഇത് വളരെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും അതുകൊണ്ട് ആദ്യത്തെ 3 മാസമെങ്കിലും സ്ട്രെയിനിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാതെ സൂക്ഷിക്കാം. സർ, എനിക്ക് കോവിഡ് വന്ന് പോയിട്ട് ഇപ്പൊ 2 മാസം ആയിരുന്നുണ്ടേ. ഹലോ സർ, 2 മാസമായി കോവിഡ് വന്ന് പോയിട്ട്. ഹലോ സർ, പറഞ്ഞോളൂ. കേൾക്കാം പറഞ്ഞോളൂ. എന്റെ ഹാർട്ട് ബീറ്റ് എപ്പോഴും ഒരു 105 ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. അപ്പൊ ഡോക്ടറെ ഞാൻ പോയി കണ്ടപ്പം എപ്പോഴും ഒരു ലങ് ഇൻഫെക്ഷൻ ചെറിയ രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ക്ലിയർ ആവാനായിട്ടുള്ള പൾമോ ക്ലിയർ പറഞ്ഞിട്ട് ടാബ് കഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഹാർട്ട് ബീറ്റ് കുറയാൻ മരുന്ന് തരുന്നുണ്ട്, അങ്ങനെ എന്തോ ഒരു ടാബ്. എനിക്കിപ്പോ ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, സെന്റർ ഇങ്ങനെ 3 പോർഷൻസിലായിട്ട് വിട്ട് പെയിൻ വരുന്നുണ്ട്. ഒരു കാർഡിയാക്കിന് വല്ലതും കാണേണ്ടതുണ്ടോ സർ? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു മൾട്ടി ഓർഗൻ അല്ലെങ്കിൽ മൾട്ടി സിസ്റ്റം ഡാമേജ് നമുക്ക് ഇത് വരാറുണ്ട്. അപ്പോ ചിലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇത് ഡി ഡൈമർ ടെസ്റ്റ് ചെയ്തിരുന്നോ നിങ്ങള്? ചെയ്തിരുന്നു. ഇറ്റ്സ് ഓക്കെ സർ, കുഴപ്പമൊന്നും കണ്ടില്ല.
ഡി ഡൈമർ ടെസ്റ്റ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് നമ്മുടെ ക്ലോട്ടിന്റെ ആ ഒരു ഫോർമേഷൻ അതിനെയൊക്കെ പറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി ഡൈമർ ചെയ്യുന്നത്. ഇതിപ്പോ ഒരു വണ്ണിന്റെ ഡി ഡൈമർ ഒരു 1 ഒക്കെ മുകളിലാണെങ്കിലാണ് കൂടുതലും റിസ്ക് ഉള്ളത്. 0.5 താഴെയാണെന്നുണ്ടെങ്കിൽ താഴെയായിരുന്നു സാറേ, കുഴപ്പമില്ലായിരുന്നു, നെഗ്ലിജിബിൾ ആയിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ള പേഷ്യന്റ് ആണെങ്കിൽ യൂഷ്വലി പേഷ്യൻസ് ഒന്നും ഇതുപോലത്തെ പ്രോബ്ലംസ് വളരെ കുറവായിട്ടാണ് വരുന്നത്. എന്നാൽ പോലും നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സസൈസും കാര്യങ്ങളും, അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ ലെവലിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പോ വീട്ടിൽ തന്നെയാണെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയറി എല്ലാം കൂടി ഒറ്റ ദിവസം ഒന്നും ചെയ്യാൻ പോകരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്നത് ഈ പറഞ്ഞ പോലെ ക്ഷീണവും അതുപോലെ തന്നെ ഇപ്പോ ബാക്കി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും ചിലപ്പോ ഒരു 12 മണിക്കൂർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 72 hours കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യാൻ പറ്റുന്നത് എന്താണ് അത് മാത്രം ചെയ്തു പോവുക. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തേക്കെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വെൽക്കം. Sunday program is all very fine, very useful. Thank you, sir. Welcome. Yes. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയില്ല, എന്താണ്? I'm sorry. ഞാൻ അത് ചോദിച്ചിട്ടല്ല, അവിടെ ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആണ്. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാലോ. ഓക്കെ, അങ്ങനെയാവട്ടെ. താങ്ക് യു ഡോക്ടർ പ്രിൻസ്. ഞാൻ നേരിട്ട് വിളിക്കുന്നുണ്ട്. താങ്ക് യു. So thank you so much for your cooperation and valuable time.